ഞാനിപ്പോൾ എവിടെയുള്ള പറയുമോ, ബാക്ക് സൈഡിൽ എയർപോർട്ടിന് മാതൃക കണ്ടിട്ട് എയർപോർട്ടാണ് തെറ്റിയിരിക്കേണ്ട. ഞാൻ എയർപോർട്ടിലല്ല, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഫസ്റ്റ് സെൻട്രലൈസ്ഡ് AC റെയിൽവേ സ്റ്റേഷനായ ബയ്യപ്പനാളി റെയിൽവേ സ്റ്റേഷനിലാണ്. ശ്രീ വിശ്വേശ്വരയ്യയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മാർച്ച് മാസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു യാത്ര മൈൽ. നമ്മളെ എയർപോർട്ടിൻ്റെ മാതൃകയുള്ള റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഒരു സ്ഥിതിയിലാണ്. നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. അപ്പുറത്ത് നിങ്ങൾക്ക് റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭയങ്കര കേട്ടോ. നല്ല എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനാണോ എയർപോർട്ടാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും ഓരോ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പില്ലർ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ടിന് അതേ ഒരു മാതൃകയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എയർ വെൻറ്റ്, AC എയർ വെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എയർപോർട്ടാണോ ഇത് ഇങ്ങനെ സൂമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടാണോ അല്ലെങ്കിൽ അതൊരു റെയിൽവേ സ്റ്റേഷനാണോ തോന്നുന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. വർക്ക് ഫിനിഷായിട്ട് വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് എന്തോ ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. എന്നാലും ഞാനിതൊരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ ഒരു ആകാംക്ഷയായിട്ട് നമുക്ക് വന്ന് നോക്കിയാണ്. സ്റ്റേഷൻ മാനേജർ റൂമിൻ്റെ ആ ഒരു സൈൻ ബോർഡ്, ആ സൈൻ ബോർഡിനെ കാണുമ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സൈൻ ബോർഡ് കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പിന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ സൈൻ ബോർഡൊക്കെ വെച്ചാൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും, പിന്നെ അവിടെ പ്രാവ് അപ്പിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ ആകെ അതിശയപ്പെടുത്തി. ഇതുപോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ പ്രൗഡ്. ആക്ച്വലി എന്താ പറയുക, ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കൊരു പ്രൗഡായി തോന്നും. കാരണം സ്റ്റേഷൻ മാനേജറിൻ്റെ ഡോറ് തന്നെ നോക്ക്, ഗ്ലാസ് ഡോറ്. എന്താ ഇത്, ഇതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു എന്താ പറയുക, മനസ്സിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കിവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ എന്താ പറയുക, ടിക്കറ്റ് കൗണ്ടറാണ്, ഒരു ഡിസ്പ്ലേ ബോർഡ്, കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ള റിഫ്ലക്ഷൻ എനിക്ക് തന്നെ അടിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു തരത്തിലാണ് ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും ഓരോ ഇൻറ്റീരിയറും എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, ആ ഒരു രീതിയിലേക്ക്. ഇത് നമുക്കിവിടെ വെയിറ്റിംഗ് ഹാളിൻ്റെ സൈൻ ബോർഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ സൈൻ ബോർഡ്, അധികം പൈസ ഒന്നും ചിലവാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കാണാനുള്ള കണ്ണിന് കുളിർമയെന്ന കാഴ്ചകളാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇതെന്താ ഇത്, ഞാനിപ്പോൾ മുന്നേ കയറിയപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ വെച്ചിട്ടാണ് ഈ ലൈറ്റൊക്കെ വർക്ക് ആവുന്നത്. നോക്കണേ, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ, ഓരോ ലൈറ്റായിട്ടും ഓരോ ലൈറ്റും വർക്ക് ചെയ്യുന്ന സെൻസർ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് കാല് വെക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് കത്തും. ഓ മൈ ഗോഡ്, ഇതൊന്നും ഞാൻ ഒരിക്കലും ഇന്ത്യയിൽ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നുണ്ടാ. ലൈറ്റ് ഓരോന്നായി വർക്കാൻ തുടങ്ങി. വെയിറ്റിംഗ് ലോഞ്ച് കേട്ടോ, അപ്പോഴും ആകെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്, കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം കൊണ്ടും സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മളെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാ, ഒന്നും പറയാനില്ല. എന്നാൽ നമുക്കിവിടെ ടോയ്ലറ്റാന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് ടോയ്ലറ്റിലൊന്ന് കയറി വെക്കാം. ടോയ്ലറ്റിൽ കയറി വരുമ്പോൾ എന്നുള്ള കാഴ്ച, യൂറിനലും എല്ലാം നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ പാർട്ടീഷൻസ് ഉണ്ട്. പാർട്ടീഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ കുളിക്കാനും ടോയ്ലറ്റിനൊക്കെയുള്ള സൗകര്യമായിരിക്കും. ടപ്പ് തന്നെ നോക്കിയാൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഇത്രയും കോസ്റ്റ്ലി സാധനമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം.
പിന്നെ അവിടുത്തെ ക്യാബിനിലേക്ക് വരുമ്പം ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കി ഓൾറെഡി നമ്മളെ പാരമ്പര്യം നമ്മൾ കാത്തുകൊള്ളുന്ന പോലെ. ഓക്കെ, ടോയ്ലറ്റ് ഇത് തുറന്നും കൂടിയില്ല, ഇത് ലോഞ്ചും കൂടി ആയിട്ടില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയേ. ഈ ഒരു രീതിയിൽ ആക്കി വെക്കുന്നത് കാരണം നമ്മൾ തന്നെ കേട്ടോ. കാരണം എല്ലാം നമ്മൾ ഗവൺമെൻറ് നമ്മളെ പൈസ ചിലവാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സമ്മതിച്ചു. പക്ഷേ അവർ ചെയ്യുന്നത് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ചുമതല നമുക്കുണ്ട്. ഓക്കെ, ഈ ഒരു വാഷ് ബേസിൻ്റെ അവസ്ഥ ഒക്കെ ലോഞ്ച് കൂടെ ചെയ്തില്ല, അതിന് മുമ്പ് തുപ്പിയിട്ടിരിക്കുക കാലമാടന്മാർ. ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് പറഞ്ഞറിയിക്കാനുള്ള വാക്കുകളില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഏത് ഗവൺമെൻറ് ഏത് പാർട്ടി എന്നുള്ളതല്ല, ആര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ളൊരു ഇത് കേട്ടോ. എന്നുവെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലോണം പൈസ ചിലവാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് പുറത്തുനിന്ന് പോയി നോക്കാം. ഇവിടുത്തെ ലേഡീസിൻ്റെ വെയിറ്റിംഗ് ലോഞ്ചാണ് ഇത് കാണുന്നത്. അടിപൊളിയായിട്ട് പിങ്ക് ഷെയ്ഡിലൊക്കെ ചെയ്തിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റിങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ. എന്തോ ഫിക്സ് ആയി കറക്റ്റായിട്ടുള്ള തോന്നുന്നു. ഇവിടെ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ടെർമിനലൊക്കെ ഇങ്ങനെ കാണാം. എത്രാമത്തെ എന്താ ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും റെയിൽവേ ഈ കളറൊന്നും മറക്കില്ല, അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു കളറൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കണ്ടത് വെയിറ്റിംഗ് ലോഞ്ചാണ്. അപ്പുറത്ത് ലേഡീസിന് സ്പെഷ്യലായിട്ടുള്ള വെയിറ്റിംഗ് ലോഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ ടിക്കറ്റ് എക്സാമിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്യാബിനൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുവരുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു റൂഫ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ചെറിയൊരു പൈസ എക്സ്ട്രാ മുടക്കിയിട്ടുണ്ടോ. സാധാരണ നമ്മൾ തൂണുകൾ വെക്കുന്നതിന് പോലെ തന്നെ വെച്ചത് ചെറിയൊരു ഡിസൈൻ വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ മാറിയിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ റെയിൽവേ എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തെളിവാണിത്. നമ്മളെ ഓരോ കൺസ്ട്രക്ഷനും ഓരോ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് നല്ല ഡീറ്റെയിലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ് റെയിൽവേൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ട്രെയിൻ വന്നിരിക്കുന്നുണ്ട്. ഏതാ ട്രെയിൻ എന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഇതുപോലെ 5 പ്ലാറ്റ്ഫോം 6 പ്ലാറ്റ്ഫോം എന്തോ ഉണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു നോക്കാം. ഇവിടെ ഇങ്ങനെ മറ്റേ കഫറ്റീരിയ ഒരു ചെറിയ പണിയൊക്കെ നടക്കുന്ന കഫറ്റീരിയ പോലും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ലൈൻ സെൻട്രലിലുള്ള നമ്മളെ ഓരോ പ്ലാറ്റ്ഫോമിലും ഉണ്ടാകുന്ന വാട്ടർ ലൈന് അത് നല്ല വൃത്തിയും മെനയോടെ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ അത്രയും പോപ്പുലറായിട്ട് എടുക്കാൻ എന്നുള്ള കാരണം. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. എന്തായാലും നമ്മൾ അത്രയും വൃത്തിയോടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ മജസ്റ്റിക്കും മറ്റേതും പോലെ ആൾക്കാർ തൊപ്പിയിട്ടും വൃത്തിയേടാക്കിയും അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഇവിടെ വരുന്ന ആൾക്കാർ എത്രത്തോളം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുക. നമ്മളെ പൈസ കൊണ്ടെടുക്കുന്ന മുതലാണ്, അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെയോ അല്ലെങ്കിൽ മറ്റാരും പുകഴ്ത്തിയിട്ടുള്ളൊരു വർത്തമാനമായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. ഇത് നമ്മളെ പൈസ കൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയൊരു സാധനമാണ്. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് അത് നോക്കേണ്ട കാര്യം. അപ്പം നമുക്കിനി ഇതിന് മുകളിൽ ഒരു ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ ഒന്ന് കയറി നോക്കാം. എന്തായാലും വാക്ക് വേൻ്റെയും കൺസ്ട്രക്ഷൻ നല്ലൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബേയിലും നമുക്ക് അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസ് വെയിറ്റിംഗ് ഹാൾ കണ്ടു, നമ്മളതുപോലെ ടിക്കറ്റ് കൗണ്ടർ കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങ് മുന്നോട്ട് അവിടെയും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലും എന്തൊക്കെയോ അടിപൊളി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ റിസപ്ഷൻ ടേബിൾ തന്നെ നല്ലൊരു മാതൃകയിലാണ്. നമ്മൾ ഓഫീസിലൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു മാതൃകയിലാണ് നമ്മളെ റിസപ്ഷൻ ടേബിൾ വരെ. ഇവിടെ എൻക്വയറി റൂം ആയിരിക്കണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സമ്മതിക്കണം കേട്ടോ, ഒരു റെയിൽവേക്ക് വന്ന മാറ്റങ്ങൾ എപ്പോഴും പലപ്പോഴും നമ്മൾ റെയിൽവേ നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പല തവണയും നമ്മൾ തന്നെ വിൻഡോയിലുള്ള തുപ്പും പിന്നെ പല ആൾക്കാരും നമ്മൾ എന്താ പറയുക പാൻപരാഗും മറ്റും തുപ്പിയിട്ട് ട്രാക്കിലേക്ക് തുപ്പുന്നത് കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ നിങ്ങൾ അതുപോലെ കാണരുത്, കുറച്ച് വൃത്തിയും മെനയോടെ കാണണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന. ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വരും. അതിൻ്റെയൊക്കെ വർക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ക്ലോക്ക് റൂം ഇപ്പോൾ തൽക്കാലം ലോക്ക്ഡാണ്. ഇവിടെ ഫുള്ളായിട്ട് ക്ലോക്ക് റൂമിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്ലോക്ക് റൂമിൻ്റെ സൈൻ ബോർഡും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയും മെനയോടെ ചെയ്തിട്ടുണ്ട്. അതല്ലേ നമുക്കൊന്ന് മുകളിൽ കയറി നോക്കാം. മുകളിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു എസ്കലേറ്റർ കാണാം.
എസ്കലേറ്ററി മുകളിലേക്ക് പോവാം. ഗ്രൗണ്ട് ഫസ്റ്റ് ഗ്രൗണ്ട് അവിടെ നിന്ന് മേലത്തേക്ക് പിന്നെയും കണക്ടിവിറ്റി ഉണ്ട്. ഒരു കുഞ്ഞ് സ്റ്റെയർ കേസാണ്. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഉപകാരം എന്താണ്. അപ്പുറം സ്റ്റെയർ കേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് കേസേ भैया किसके लिए इधर स्टेयर केस किसके लिए हाँ छोटा वाला हाँ वो वैसे डिजाइन में बना दिया डिज़ाइन में किस चीज़ के लिए नहीं वो कभी भी कोई भी आदमी इधर बैठ सकता है. उधर बैठने के लिए रख दिया क्या? ओके ओके. ओ उधर ऊपर जाने के लिए नहीं है, सिर्फ बैठने के लिए रख दिया होगा. उधर बंद किया ना नहीं ऊपर तक है लास्ट तक. नहीं ये छोटा वाला ये छोटा वाला तो इधर ही बंद हो गया सर. हाँ क्यों रख दिया? वो ऐसे ही डिजाइन में वो बड़ा था इसलिए. ഡിസൈൻ ഓക്കെ. ചേട്ടാ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു ഡിസൈനിലുണ്ട്. ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെച്ചതാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ. ബൈറ്റിനൊക്കെ രക്തി അവകാശമായത് ഏനാ ഓക്കെ ബൈ ഓക്കെ. ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ മുന്നോട്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നല്ല നമ്മുടെ UB സിറ്റിയിലൊക്കെ പോയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അതൊരു മാതൃകയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ്. കളർ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ്. എന്നാലും നമുക്ക് മുകളിൽ കയറി നോക്കാം. നല്ല വൃത്തിയിലും മെനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ വരും തലമുറകൾക്കൊക്കെ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഇന്ത്യയും എന്താ പറയുക വൃത്തിൻ്റെയും കാര്യത്തിലൊക്കെ ഒട്ടും പുറകോട്ടല്ല എന്നുള്ള കാര്യം. നമുക്ക് മുകളിലേക്ക് വരുമ്പം പിന്നെ ഓരോ ടെർമിനലിലേക്ക് അതായത് ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിൻ്റെ ഡിസൈന് പോലും നല്ല ഗ്ലാസ് റൂഫൊക്കെ വെച്ചിട്ടാട്ടോ. എന്നാലും വളരെ മാറ്റം. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. ഓട്ടോമാറ്റിക് ഡോർ ഉണ്ട് ഇവിടെ. വലിയ ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഇവിടെ ഇങ്ങനെ വലിയ വെച്ചിട്ടുണ്ട്. ലിഫ്റ്റാണ് കാണുന്നത്. ഗ്രൗണ്ട് ടു ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റിലേക്ക് വന്നിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് സുഖമായിട്ട് വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്കും എല്ലാം കൊണ്ടും ലഗേജിൽ ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഈ ഒരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ. ഇതുപോലെ 2-3 ലിഫ്റ്റ് എന്തോ ഉണ്ട് ഇവിടെ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാണാൻ പറ്റുമോ 1 2 3 അങ്ങനെ 3 പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങാതെ നമുക്ക് ലിഫ്റ്റിൽ കൂടെ തന്നെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഇവിടുന്ന് മുന്നോട്ടേക്ക് വരുമ്പം നമുക്കിവിടെ എന്തൊക്കെയോ കാണാം കേട്ടോ. എന്തൊക്കെയോ വർക്ക് ഇങ്ങനെ പുരോഗമിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു AC വെൻറ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ബോക്സസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ കാണേണ്ടിക്ക് നല്ല ക്വാളിറ്റി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് കയറി നോക്കാം. ഇതും ടോയ്ലറ്റ് തന്നെ ആണെന്നൊക്കെ തോന്നുന്നു. കാരണം ഉള്ളിൽ ടൈലൊക്കെ ഇട്ടാകുന്നുണ്ട്. എന്തായാലും കിടു എന്ന് പറയില്ല. ഇവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചാൽ എനിക്കൊന്ന് വാട്ടർ ഫെസിലിറ്റി കൊടുത്തു വെച്ചായിരിക്കണം. അത് നമുക്ക് ബാക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഡോറ് കാണുന്നുണ്ട്. ഒന്നിൻ്റെയും സൈൻ ബോർഡിൻ്റെ വർക്കൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. എന്തായാലും എല്ലാ ബോർഡ് ഒന്നും മറക്കില്ല കേട്ടോ. നമ്മൾ റെയിൽവേൻ്റെ പരമ്പരാഗതമായിട്ടുള്ള സാധനം. ഇവിടെ ഇങ്ങനെ ഒരു ജയിൽ പോലൊരു സംഭവമൊക്കെ കാണുന്നു കേട്ടോ. അതുപോലെ ഇത് ഇലക്ട്രിക്കൽ റൂം കാര്യങ്ങളെന്തോ ആണെന്ന് തോന്നുന്നു. DG അല്ല ഇത്. അങ്ങനെ അവരെന്തായാലും സർവീസ് റൂമാണ്. എന്തായാലും ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാണുന്ന കാഴ്ച നല്ല രസമല്ല. ഇങ്ങോളം നല്ല എന്നാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നോക്കാം. എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. അതേപോലെ ഇവിടെയും നമുക്ക് ഓരോ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലേഡീസ് ആണോ ജെൻസ് ആണോ ഇപ്പോൾ അവിടെയുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട്. ആ റൂമിൻ്റെ യൂസ് ഒന്നും എനിക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും നമുക്ക് ബോർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. സെയിം താഴെയുള്ളതിനെക്കാട്ടും കുറച്ച് ചെറുത്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഹാൻഡിക്യാപ്പ് ടോയ്ലറ്റിന് ആക്സസ് ഒന്നും കാണുന്നില്ല. മോസ്റ്റ്ലി ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷൻ കൊടുത്തത് ഹാൻഡിക്യാപ്പ് ഒന്നും ടേൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സാറില്ല നമുക്ക് ഇവിടുന്ന് കാണുന്നതിൻ്റെ കാഴ്ച ഇങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോം 5-6 പ്ലാറ്റ്ഫോം എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. എന്നാലും നമുക്ക് ഒന്നുകൂടി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതുപോലെ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ കേരളത്തിൽ എപ്പോഴും വരുമെന്ന് നമുക്കറിയില്ല. ഇതുപോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുമായിരിക്കും ഫ്യൂച്ചറിൽ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോറും. അതുകൊണ്ട് തന്നെ AC പുറത്തു പോയില്ല. AC എപ്പോഴും തണുത്തിട്ട് ചില്ലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം കൂടാതെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടേക്ക് വരുമ്പം നല്ലൊരു ആർച്ചിൻ്റെ മാതൃക കാണാം. ഈ ആർച്ചിൻ്റെ മാതൃക നമുക്ക് ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ആർച്ചിൻ്റെ മോഡൽ തന്നെ നോക്കിയാൽ നിങ്ങൾ അത്രയും അവർ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. പല വ്ളോഗേഴ്സും ഞാനടക്കമുള്ള പല വ്ളോഗേഴ്സും പല രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ റെയിൽവേയുടെ കാര്യത്തിലായാലും നമ്മുടെ ട്രാഫിക്കിൻ്റെ കാര്യത്തിലായാലും എന്തിലായാലും വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇന്ത്യ. പക്ഷേ ഈ ഒരു കൺസ്ട്രക്ഷനും
ഇന്ത്യയുടെ പുതിയ തലമുറ വളരെ ചിന്തിച്ചുകൊണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ആൾക്കാരിലേക്ക് പരമാവധി എത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയും നമ്മൾ മറ്റ് സംസ്ഥാനത്തോട് കടപിടിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ കാണുന്ന ഈ ഒരു എയർപോർട്ട് തന്നെ. സെൻട്രലൈസ്ഡ് എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടല്ല, സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നു, കാരണം ഒരേ സ്ട്രക്ചറിൽ ഇരിക്കുന്നതുകൊണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എയർപോർട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾ ഇവിടെ എവിടെയും ഉണ്ടാവും, പോയി കാണാം. നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് വെറും 10 രൂപ കൊടുത്തിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടുന്നും ട്രെയിൻ ഉണ്ടാവും, ഡയറക്റ്റായിട്ട് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടിലെത്താൻ പറ്റും. പിന്നെ എനിക്ക് ആകെ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെയിലിംഗ് ഇവിടെ കാണുന്നുണ്ടാവും. ഈ റെയിലിങ്ങിൻ്റെ ഇവിടെ കുട്ടികളൊക്കെ ഓടിക്കളിക്കാനുള്ള ഒരു പാകത്തിന് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ഗ്യാപ്പ് വെച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാനിത് ഫിനിഷ് ചെയ്യാണ്ട്, അതായത് ഇനാഗ്രേഷന് മുമ്പേ വന്ന് വീഡിയോ എടുക്കണം, പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്തായാലും ഞാൻ സഹിക്കും. പക്ഷേ ഇത് ഇങ്ങനെ തന്നെയാണ് വിടുന്നെങ്കിൽ നിങ്ങൾ അധികാരികൾ തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കണം. കാരണം കുട്ടികൾ, കാരണം റെയിൽവേ ഇവിടെ ഇലക്ട്രിക്കൽ ലൈൻ ഇവിടെ ഇങ്ങനെ പാസ്സാവുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുകളിലാണ് ഈ രീതിയിൽ സംഭവം കിടക്കുന്നത്. അപ്പം ഇതൊന്ന് കവർ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നെക്സ്റ്റ് വീക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇനാഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കറിയാൻ പറ്റും ഇതിന് എന്തൊക്കെയാണ് ഇവിടുത്തെ വരാൻ പോകുന്ന അടുത്ത മാറ്റങ്ങൾ. കാരണം അവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ, ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. 5-6 ബസ് ബേ, അങ്ങനെ ക്യാബ് നല്ല നിൽക്കാനുള്ള സ്ഥലം, ഒട്ടുമിക്ക എല്ലാ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ നമുക്കിവിടെ വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേക എടുത്തു പറയാനുള്ളത്. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടിയിട്ട് ഞാൻ വരും ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ ഈ ദൂര സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ദീർഘദൂര ട്രെയിനുകളൊക്കെ, ലോക്കൽ ട്രെയിനുകളൊക്കെ പഴയ നമ്മളെ ബയ്യപ്പള്ളി സ്റ്റേഷനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ളൊരു വിവരം നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും നമ്മളെ എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ എയർപോർട്ടിൽ തന്നെ വായിന്ന് വരുന്നു വന്ന്. അപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പം നമുക്ക് ഈ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട്, എന്താ പറയുക, എയർപോർട്ട് അതേ മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതേ ഒരു മാതൃകയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം കുറേ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇത് നമ്മളെ മെയിൻ എൻട്രിയാണ്. മെയിൻ എൻട്രി നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അതേപോലെ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോയി കാണാം. മുന്നോട്ട് പോയി കഴിഞ്ഞാലും നമ്മളെ എയർപോർട്ട് എങ്ങനെയുണ്ടോ അതേ ഒരു സ്റ്റൈലിൽ, അതേ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം അതേപോലെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കിടു നമുക്ക് അവിടുന്ന് പാർക്കിംഗ് ലോഞ്ചിലേക്കും കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് എല്ലാം ഇങ്ങനെ റൂഫൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ വിട്ട് നിങ്ങൾ സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബസ് പേയും അതേപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ കണക്ടിവിറ്റി ബസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങോളം നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ കിട്ടും. അപ്പോൾ പാർക്കിങ്ങിന് എന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ദീർഘദൂര വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും പാർക്കിംഗ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ വാട്ടർ ടാങ്കറൊക്കെ കാണാം. എന്നാലും ഒന്നും പറയാനില്ല, ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ച ശ്രീ നരേന്ദ്രമോദി വരുന്നേ മുന്നേ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പറയണം, നമ്മുടെ ഇന്ത്യയും വളരുകയാണ്. നമ്മുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളോടുകൂടി കിടപിടിച്ചിരിക്കാൻ പോവുകയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്.